മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭരണസമിതിയായ ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പഞ്ചാമൃതം പുരസ്കാരം കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. സമ്മേളനം ക്ഷേത്രതന്ത്രി അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭരണസമിതിയായ ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പഞ്ചാമൃതം പുരസ്കാരം കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. സമ്മേളനം ക്ഷേത്രതന്ത്രി അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുചടങ്ങിൽ എനിക്കൊരു അംഗീകാരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം തമ്പി സാറിനെ ആദരിക്കപ്പെടേണ്ട അനവധി ആൾക്കാരുണ്ട്, അതൊക്കെ സംശയമൊന്നുമില്ല. പക്ഷേ തൻ്റെതായ വ്യക്തിത്വം കൊണ്ട് അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വലിയ തോന്നിയവാസമാണ് ഇതിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങളൊക്കെ ചെന്നങ്ങ് പെട്ടുപോകുക ചില സമയത്ത്. ഇന്നലെ തന്നെ ശബരിമല വിഷയമൊക്കെ പറഞ്ഞ് ഈ ഗുരുപൂജയുടെ കാര്യമൊക്കെ ഇവിടെ പറയാമെന്ന് എനിക്കറിയില്ല. ഗുരുപൂജ കഴിച്ച കുഴപ്പമാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഗുരുപൂജ കഴിച്ചതിന് എന്താണ് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ പോകാമെന്നൊക്കെ കേട്ടു. അതൊന്നും പാടില്ല. ഒരു കുഞ്ഞിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ഏർപ്പാടായിട്ടുള്ള ഗുരുപൂജ ഇപ്പോൾ ഇവിടെ ഒരു ഗുരുവന്തരം നടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മലയാളികളുടെ കോമൺ സെൻസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഭയം നമ്മുടെ മനസ്സിൽ തോന്നണം. കേവലം രാഷ്ട്രീയമൊക്കെ വേണം, രാഷ്ട്രീയമൊക്കെ നമ്മളെല്ലാവരും ബഹുമാനിക്കും. നമ്മളൊരു പാർട്ടിയുടെ പാർട്ടിയുടെ ആളൊന്നുമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നൊരു ദുഃഖം മാത്രം. ഏതായാലും ഒരു കാര്യം പറയണം, ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാജത്തിൽ എല്ലാവരും തുല്യരാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഏറ്റവും ഉയർന്ന ഒരാളെന്നല്ല. ഈ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ജീവിത രീതി എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഹിന്ദു സമാജത്തിൽ എല്ലാവരും തുല്യരാണ്, യാതൊരു സംശയവുമില്ല. പറയനും പുലയനും ഈഴവനും നായരും നമ്പൂതിരി എല്ലാം ഈക്വൽസാണ് ഹിന്ദു സമുദായം. തുടർന്ന് അനുമോദന സമ്മേളനം നടന്നു. ഇന്നിവിടെ തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സവിധത്തിൽ സ്വാമിയുടെ പേരിലുള്ള പ്രഥമ പഞ്ചാമൃതം പുരസ്കാരം ഒരു നിയോഗം പോലെ മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭയായ അങ്ങേക്ക് നൽകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ ദേശവാസികളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എന്നും അങ്ങേക്ക് വേണ്ടി ഉണ്ടാവും. ആരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു. അടുത്തത് ഡോക്ടർ അർച്ചന രാജു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അടുത്ത ഡോക്ടർ ജിഷ. ഈശ്വരനുണ്ടോ എന്നൊരു യുക്തിവാദി എന്നോട് ചോദിച്ചാൽ അയാളുടെ തർക്കുത്തരത്തിന് മറുപടി പറയാൻ ഒരിക്കലും എന്നെ കിട്ടില്ല. പക്ഷേ വേലായുധ സ്വാമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര വലിയ യുക്തിവാദികളും ഇപ്പോൾ മുമ്പിൽ ഞാൻ പറയും ഉണ്ടടാ, എനിക്കറിയാം. നമുക്കറിയാവുന്നത് ശ്രീ പരമശിവൻ്റെയും പാർവതിയുടെയും മകനാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ജനിച്ചത്. 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. കാർത്തിക നക്ഷത്രം വളർത്തി ആ 6 കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്തപ്പോൾ 6 മുഖനായിട്ട് ഒരു ശരീരമായിട്ട് മാറി എന്നൊക്കെയുള്ള കഥകളുണ്ട്. ഇതൊക്കെ നമുക്ക് സ്കന്ദപുരാണം ശരിക്കും മുരുകൻ, സുബ്രഹ്മണ്യൻ, വേലായുധസ്വാമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അത് ആ പേര് ശരിക്കും സ്കന്ദൻ എന്നാണ്. സ്കന്ദപുരാണം എന്ന വിശിഷ്ട ഗ്രന്ഥമാണ് ശരിക്കും ആരാണ് മുരുകൻ എന്ന് പറയുന്നത്. ആ സ്കന്ദപുരാണം വായിച്ചാൽ മാത്രമേ മുരുകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിക്ക് വാശിയുണ്ട്, തോറ്റു കൊടുക്കില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ? മുരുകൻ ആരുടെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ടില്ല. ആരുടെ മുമ്പിൽ, സ്വന്തം അച്ഛൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ടില്ല മുരുകൻ. ഞങ്ങളുടെ മുരുകൻ്റെ കഥ വായിച്ചറിയാം. CDNet ന്യൂസ് മാവേലിക്കര.